ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞൊരു വീഡിയോ ആണെങ്കിലും അതിലൊരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് ഇന്ന് ആസിമോൻ്റെ ബർത്ത്ഡേ ആണ്. എന്നാലും ഒരുപാട് ആഘോഷങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആസിമോൻ്റെ സന്തോഷത്തിന് ഒരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇന്ന് ശാന്തമായ ഉറക്കം, ഒരു ടെൻഷനും ഇല്ല. ഭാവിനെ പറ്റിയൊരു ടെൻഷൻ വേണ്ട, ഇന്നത്തെ പറ്റിയൊരു ടെൻഷനില്ല. ഉച്ചക്കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരമായത് അറിഞ്ഞിട്ടില്ല. പക്ഷേ 2 പേര് ഇതായിരിക്കുന്നു. ആ 2 പട്ടിക്കുഞ്ഞുങ്ങൾ ഉണർന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ട്. നമ്മൾ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം, അതൊക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പോൾ പട്ടിക്കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എന്തും നമുക്ക് വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കണം. പക്ഷേ കുറച്ച് ശ്രദ്ധിക്കാൻ വേണം കേട്ടോ. ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയില്ല. അവർക്ക് ചിലപ്പോൾ ഈവനിങ് സ്നാക്സിൻ്റെ നേരത്തെ ആയിരിക്കും എന്നെ കാണാം. പിന്നെ വീൽ ചെയറൊക്കെ തിരിയണ കാണുമ്പോൾ ഓടി വന്നാലോ, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഈ ഒരു ബീച്ചിലേക്ക്. അപ്പോൾ ആസിമോനും കുഞ്ഞുമാവയും ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ പോകുന്നതാ. പക്ഷേ പട്ടിക്കുട്ടികൾ നല്ല ഉറക്കത്തിലായതുകൊണ്ട് നമുക്ക് അവരുടെ മനസ്സ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇനി നല്ല സ്വഭാവമല്ലെങ്കിലോ. അത് മാത്രമല്ല, കുഞ്ഞുമാവ് ഓടിയൊക്കെ കളിക്കുമ്പോൾ ഒരു പട്ടി നല്ല പോലെ നമ്മളെ നോക്കി കുരക്കുന്നുണ്ടായിട്ടോ. അത് കേട്ടപ്പോൾ എല്ലാ പട്ടികളും നമ്മളെ അടുത്തേക്ക് തന്നെ വരുമെന്ന് തോന്നി. അപ്പം എനിക്കൊരു കാര്യം പിടികിട്ടി, ഇനി അവിടെ നിൽക്കണ സേഫല്ല. നമുക്ക് വേഗം വീട്ടിലേക്ക് എത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാണ്. ഇതാണിട്ട് നമ്മൾ വാങ്ങിയ കേക്ക്. അധികം ഡെക്കറേഷനോ ഒന്നുമില്ല കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായി. എനിക്ക് കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ കേക്ക് കട്ട് ചെയ്യണ നേരത്തുണ്ടല്ലോ എനിക്ക് നല്ല പേടി ഉണ്ടായിട്ടോ. പേടി അല്ലിത്താനോടൊക്കെ പറഞ്ഞപ്പോൾ ഇത്ത പറഞ്ഞ്, എന്ത് ദുരന്താണ് തച്ചു ഈ ഇടയായിട്ട്. ഞാൻ തച്ചു എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുക. ഇടയായിട്ട് കുറച്ച് ദുരന്തം പറിച്ചിൽ എനിക്ക് കൂടിയിട്ടുണ്ടെന്നാണ് കേട്ടോ പറയാ. സംഭവം അതൊരു ദുരന്തമല്ല, പക്ഷെ അതൊരു മുൻകരുതലായിട്ട് കാണണ്ടേ. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അത് വിചാരിച്ച പോലെ ഏൽക്കില്ല കേട്ടോ. ഞാൻ മനസ്സിൽ ചിന്തിക്കലും പറയലും ഒപ്പായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, തൊട്ടടുത്ത് തെങ്ങ് നിൽക്കുന്നുണ്ട്. ആ തെങ്ങിൽ കുറേ നാളികേരുണ്ട്. അപ്പം ഞാനും ഭാവി ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഭാവിനോട് പറഞ്ഞു കേട്ടോ, ഭാവി ഇതിന്ന് ഒരു നാളികേരം വീഴോ നിലത്തേക്ക്. അപ്പം ഭാവി പറയാ എനിക്ക് കുറച്ച് ദുരന്തം പറയണത് കൂടിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തെങ്ങിക്ക് നോക്കി ചിരിച്ചു കേട്ടോ. സംഭവം ഭാവിക്കും പേടിയുണ്ട്, പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ആസിമോൻ്റെയും കുഞ്ഞുമാവയുടെയും ആ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മൾ ആ ഒരു നിമിഷങ്ങൾ നമുക്ക് പിന്നീട് എടുത്ത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമല്ലേ. പിന്നെ നമ്മൾ കേക്ക് ആയിക്കോട്ടെ, വില കൂടിയ ഗിഫ്റ്റുകളായിക്കോട്ടെ, ഇതിലൊന്നും അല്ല കേട്ടോ. ശരിക്കും നമ്മൾ അല്ലാഹുവിനോടുള്ള ദുആകളുണ്ട്, അതൊക്കെയാണ് കേട്ടോ ഏറ്റവും വലുത്. പക്ഷേ നമ്മളുടെ മക്കളുടെ ഒരു സന്തോഷമാണ് അവരൊപ്പമുള്ള ഈ ഒരു നിമിഷങ്ങൾ നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. എന്നാലും ഞാൻ ചോദിച്ചു കേട്ടോ, ആസിമോന് ബർത്ത്ഡേ ആയിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ സൈക്കിളാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ അതിപ്പോൾ വാങ്ങിക്കൊടുക്കണില്ല, കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് സാവധാനം വാങ്ങാമല്ലോ, അങ്ങനെ വെച്ചേക്കാം കേട്ടോ. അതുണ്ടല്ലോ, പോകുന്ന വഴിയിലെല്ലായിടത്തും കമ്പിത്തിരിയും പടക്കമൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ വഴി മാറിയൊക്കെ പോരാൻ ശ്രമിച്ചെങ്കിലും കുഞ്ഞുവാവ വാശി പിടിക്കാൻ കേട്ടോ കമ്പിത്തിരി വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ 2 കമ്പിത്തിരിയും 2 ജറബറയോ അങ്ങനത്തെ എന്തോ ഒരു 2 വാങ്ങി പോന്നു കേട്ടോ. പിന്നെ ഞാനുണ്ടല്ലോ പണ്ട് ചെറുപ്പത്തിൽ ഒരലമാര നിറച്ച് കമ്പിത്തിരിയുള്ള സ്വപ്നം കണ്ടു കേട്ടോ. അന്ന് രാത്രി എനിക്ക് കമ്പിത്തിരി ഉണ്ടായില്ല കത്തിക്കാൻ. അപ്പോൾ അന്ന് ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോൾ എനിക്ക് നല്ല സങ്കടമായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര നിരാശ. ആ നിരാശ എനിക്കിപ്പോഴും ഉണ്ട് കേട്ടോ, ഒരു സങ്കടം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്നത് ഹാളിൽ ഇങ്ങനെ കണ്ടിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, ലൈക്കും കമൻറ്റൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.